നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. മലയാളികൾക്കേറെ സുപരിചിതയായ താരകുടുംബമാണ് സൗഭാഗ്യയുടേത്. അമ്മ താര കല്യാണും അമ്മുമ്മ സുബലക്ഷ്മിയും എല്ലാം പ്രേക്ഷകർക്ക് സുപരിചിതരാണ്. ചക്കപ്പഴം എന്ന സീരിയലിലൂടെ പ്രേക്ഷകർക്ക് സുപരിചിതനായ അർജുൻ സോമശേഖരനാണ് സൗഭാഗ്യയുടെ ഭർത്താവ്. ഇരുവരുടെയും പ്രണയ വിവാഹമായിരുന്നു. താര കല്യാണിന്റെ ഡാൻസ് അക്കാദമിയിലെ വിദ്യാർത്ഥിയായിരുന്നു അർജുൻ. അവിടെ നിന്നുള്ള പരിചയം പ്രണയത്തിലേക്കും വിവാഹത്തിലേക്കും എത്തുകയായിരുന്നു. ഇപ്പോൾ താര കല്യാണിന്റെ നൃത്ത വിദ്യാലയം നോക്കി നടത്തുന്നത് അർജുനും സൗഭാഗ്യയും ചേർന്നാണ്. പോരാത്തതിന് താര കല്യാണിനും സൗഭാഗ്യയ്ക്കും സ്വന്തമായി യൂട്യൂബ് ചാനലുകളുമുണ്ട്. 2 ചാനലിനും 1 ലക്ഷത്തിനടുത്ത് സബ്സ്ക്രൈബേഴ്സുമുണ്ട്. അമ്മയും മകളും തങ്ങളുടെ കുടുംബ വിശേഷങ്ങളെല്ലാം ആ യൂട്യൂബ് ചാനലുകൾ വഴിയാണ് ആരാധകരിലേക്ക് എത്തിക്കുന്നത്. സൗഭാഗ്യയ്ക്കും അർജുനും സുദർശന എന്നൊരു മകളുണ്ട്. ഈ അടുത്ത് അർജുനെ കുറിച്ചൊരു വാർത്ത പ്രചരിച്ചിരുന്നു. അർജുൻ അറസ്റ്റിൽ വാവിട്ട് കരഞ്ഞ് സൗഭാഗ്യ എന്ന തലക്കെട്ടോടെയായിരുന്നു വാർത്ത പ്രചരിച്ചത്. അർജുന്റെ വണ്ടി ആക്സിഡന്റ് ആയതിനെ കുറിച്ചായിരുന്നു. ഇപ്പോഴിതാ ആ സംഭവത്തെക്കുറിച്ച് അർജുനും സൗഭാഗ്യയും മനസ്സ് തുറക്കുകയാണ്. ഒറിജിനൽ യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ഇരുവരുടെയും പ്രതികരണം. ചെറിയൊരു ആക്സിഡന്റ് ആയിരുന്നു, വേറൊന്നും സംഭവിച്ചിട്ടില്ല. ന്യൂസ് ചാനലുകൾ പറഞ്ഞുണ്ടാക്കിയതാണെന്നാണ് അർജുനും സൗഭാഗ്യയും പറയുന്നത്. എന്തുകൊണ്ട് വാർത്തകളോട് പ്രതികരിക്കാൻ പോയില്ലെന്നും അർജുനും സൗഭാഗ്യയും പറയുന്നുണ്ട്. നമുക്ക് ചെയ്യാൻ ജോലിയുണ്ട്, അതിൽ മുഖം വൃത്തിയായി ആളുകൾ കാണുന്നുമുണ്ട്. ആ ഫെയിം മതിയെന്ന് കരുതി, അവർ എന്തെങ്കിലും പറഞ്ഞിട്ട് പോട്ടെ എന്ന് കരുതിയെന്നാണ് അർജുൻ പറയുന്നത്. അതേസമയം എനിക്ക് 10 പ്രാവശ്യം വീഡിയോ ഇടാൻ തോന്നിയെന്നും പക്ഷേ ചേട്ടൻ വേണ്ട എന്ന് പറഞ്ഞുവെന്നാണ് സൗഭാഗ്യ പറയുന്നത്. ചേട്ടൻ കാണുന്നത് പോലൊന്നുമല്ല, വിശാലമായ മനസ്സാണെന്നും താരം പറയും. എന്തെങ്കിലും പ്രോബ്ലമാറ്റിക് ആയിട്ട് ചെയ്താലല്ലേ അത് മറച്ചുവെക്കാൻ ശ്രമിക്കേണ്ടതുള്ളൂ. അതിനാൽ ഒന്നും ചെയ്യാൻ പോകാതെ നിയമപരമായി നേരിടാൻ തീരുമാനിച്ചു, അത് ചെയ്തു. ബാക്കി കോടതിയിൽ കാണാമെന്നും സൗഭാഗ്യ പറയുന്നുണ്ട്. ഒന്നും പറയാനില്ല, അതിലൊന്നും അപകടം ഉണ്ടായതെന്നത് സത്യമാണ്. സ്റ്റേഷനിൽ വന്ന് സംസാരിച്ചപ്പോൾ അവർ കോംപ്രമൈസിന് തയ്യാറാകുന്നില്ല. കാർ കൊണ്ടുവന്ന് ഓട്ടോറിക്ഷയിൽ ഇടിച്ചു എന്നൊക്കെ പറയുന്നത് പോലെ ആരും ചെയ്യും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ അങ്ങനെ ചെയ്യില്ല. അർജുനെ ഇടിച്ചു. രണ്ടും അവർ തന്നെ പറയുന്നുണ്ട്. അവർ തന്നെ രണ്ടും പറയുന്നത് കൊണ്ട് നമ്മളൊന്നും പറയാനില്ല. ഭാര്യയും കൊണ്ട് ബുദ്ധിയുള്ള ആരെങ്കിലും പോയി വണ്ടിയും കൊണ്ട് റോഡിൽ കിടന്ന് അടി ഉണ്ടാക്കുമോ എന്നും അർജുൻ ചോദിക്കുന്നുണ്ട്. കല്യാണം കഴിഞ്ഞ് 3 വർഷമായി, ഇതുവരെ ഹണിമൂണിന് പോയിട്ടില്ലെന്നും താരങ്ങൾ അഭിമുഖത്തിൽ പറയുന്നുണ്ട്. കല്യാണം കഴിഞ്ഞ് ലോക്ക്ഡൌൺ ആയി, വണ്ടിയിൽ യാത്ര ചെയ്താൽ ഇവൾ ഛർദ്ദിക്കുമെന്നാണ് അർജുൻ പറയുന്നത്. പക്ഷേ എനിക്ക് ട്രെയിനിൽ പോകാം, പക്ഷേ ചേട്ടന് ട്രെയിനിൽ പോകാൻ പറ്റില്ലെന്ന് സൗഭാഗ്യയും പറയുന്നുണ്ട്. തങ്ങളുടെ കുഞ്ഞിന് ഹോം സ്കൂളിംഗ് നടത്തുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നതായും സൗഭാഗ്യയും അർജുനും പറയുന്നുണ്ട്. സ്കൂളിൽ പോകണമെന്നാണ് അവളുടെ ആഗ്രഹമെങ്കിൽ വിടും, പക്ഷേ സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ ഓട്ട മത്സരത്തിൽ വിടാതെ മറ്റ് മേഖലകളിലാണ് താല്പര്യമെങ്കിൽ ആ വഴിക്ക് വിടണം എന്ന ആഗ്രഹവുമുണ്ടെന്ന് താരദമ്പതിമാർ പറയുന്നു. സൗഭാഗ്യ ഉരുളക്ക് ഉപ്പേരി എന്ന സീരിയലിലൂടെ അഭിനയത്തിലേക്ക് ചുവടുവെച്ചിരുന്നു. എന്നാൽ അധിക നാൾ താരം അത് തുടർന്നുകൊണ്ട് പോയില്ല. ഇപ്പോൾ സൗഭാഗ്യ യൂട്യൂബ് വ്ലോഗിംഗിലാണ് കൂടുതൽ ശ്രദ്ധ കൊടുത്തിരിക്കുന്നത്. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.